ഹലോ ഹായ്, ഇന്നെൻ്റെ ഫ്രണ്ട് വരുവാന്ന്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ജോലികളൊക്കെ തീർക്കാമെന്ന് കരുതി രാവിലെ ഉറക്കം എണീറ്റു. ഒരു ഇതിൽ ചോറ് വെച്ചു, പിന്നെ ഒന്നൊരു സാമ്പാർ വെച്ചു, പിന്നെ കുറേ തേങ്ങയൊക്കെ തിരുകി വെച്ചു. കുറേ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കഴുകി മുളകൊക്കെ ഇട്ട് നല്ല പുരട്ടി വെച്ചു. ഫ്രൈ ചെയ്തിട്ട് പിന്നെ പുരട്ട് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തത്. ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ ഒരടുപ്പിൽ മീൻ കറിയെല്ലാം വെച്ചു. മീൻ കറി, ഫിഷ് ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മീൻ കറി ഉള്ളതുകൊണ്ടാണ് ചിക്കനെ കറിയായിട്ട് വയ്ക്കാത്തത്. പിന്നെ ഉള്ളിയെല്ലാം അരിഞ്ഞ് ഇതെല്ലാം ചിക്കനെല്ലാം ഒന്ന് വേഗം ഒന്ന് വഴറ്റി പറക്കിയൊക്കെ എടുത്ത് അങ്ങനെ കറിയെല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ ഓടിപ്പോയി ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് കരുതി ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വന്നു. ഹായ്, ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്താൻ പോവുക. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. 31 വർഷമായി ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ അവളിന്ന് ബാംഗ്ലൂർ എത്തിയപ്പോൾ 2 ദിവസം മുന്നേ വന്നായിരുന്നു. ചേട്ടൻ്റെ സഹോദരിയുടെ വീട് കാലിയാച്ചിന് വന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങളെ കൂടെ കാണാൻ വന്നതാണ്. പറഞ്ഞോ. ഹായ്. നമുക്ക് രണ്ടുപേർക്കും ഒരു ചമ്മലുണ്ട്, എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല. എന്നാലും രാവിലെ തന്നെ എത്തി. ഇപ്പോൾ വൈകുന്നേരം ഇവിടുന്ന് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുവിടും. പിന്നെ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം അതെല്ലാം. കാരണം എന്താ പറയുക, പിന്നെന്തുവാ, പിന്നെ ഞങ്ങളൊരു വയറ് കുറയ്ക്കുന്നൊരു സാധനം വാങ്ങിച്ച് എൻ്റെ മുഖത്തടിച്ച വീഡിയോ നിങ്ങളെല്ലാം കണ്ടിരിക്കും. അത് ഞാൻ ഇവക്കും കൂടെ ഒന്ന് പരീക്ഷിച്ച് കൊടുത്തിട്ട് കാണിക്കാം. ഇത് ഞാൻ അവൾക്ക് കൊടുത്തു. അവൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. കഴിച്ച് നിന്നാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തലയും കുത്തി വീഴും. അവള് കാര്യമായിട്ടിരുന്ന് അവളും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു. വിജയകരമായി പ്രദർശനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ സാമ്പാർ, ചിക്കൻ കറി, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, വെണ്ടയ്ക്ക പച്ചടി, ഇതെല്ലാം കൂട്ടിയ ചോറ് കൊടുത്ത് പിന്നെ അവർ സന്തോഷത്തോടെ എല്ലാം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇഡ്ഡലിയും ചട്നിയും ഉണ്ടാക്കി. ഇവളത് കുറച്ച് പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കുകളാണ്. ഒന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ ഒന്ന് പോയിട്ട് അതുവഴി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. അങ്ങനെ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഓർഡറൊക്കെ വരുത്തി വെച്ചിട്ട് അങ്ങനെ ഇറങ്ങാം. മോള് ബാക്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചൊന്ന് പുറത്ത് പോകാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങി. ഭയങ്കര വെയിൽ കാരണം തിരിച്ച് വീട്ടിൽ തന്നെ എത്തി. ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നടന്നിട്ട് വേഗം തിരിച്ച് വന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ശിവാജി നഗറിലോട്ടാണ്. ശിവാജി നഗറിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകാൻ പോകുന്നത്. അവിടെ കുറച്ച് ശിവാജി നഗറിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾക്ക് എന്തോ ബാഗ് അത് ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. 1 അവർ മുന്നെയാണ് എത്തിയത്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ചപ്ലാസൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാഗെല്ലാം തൂക്കി ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തു അവർക്ക്. പിന്നെ അവിടെ ഇരുന്ന് പഴയ കാര്യങ്ങളും എല്ലാം ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ അവൾ എന്നോട് ചോദിച്ചു എന്താ നെക്സ്റ്റ് കുട്ടി വേണ്ടാത്തതെന്ന്. ഞാൻ മറുപടി കൊടുത്തതാണ്. അവളിരുന്ന് കക്കാന്ന് ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ വരാറായി എന്ന് അനൗൺസ്മെൻറ്റ് കേട്ടു. ഞങ്ങൾ പിന്നെ ബാഗും എല്ലാം എടുത്തുകൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകണമായിരുന്നു. S7 അവളുടെ ബോഗി. അതുകൊണ്ട് കുറച്ചിങ്ങനെ ബാഗെല്ലാം എടുത്ത് ഹെൽപ്പ് ചെയ്ത് കുറച്ച് നടന്ന് അപ്പോൾ ട്രെയിൻ വന്നു. അവരെ പതുക്കെ കയറ്റി ഇരുത്തി. പിന്നെ അകത്ത് കയറിയിരുന്ന് സംസാരമായി. ഞാൻ വെളിയിലും അവരകത്തുമായിരുന്നു സംസാരമായി. ഇനി എപ്പോഴാണ് നാട്ടിലോട്ടൊക്കെ വരുമ്പോൾ വീട്ടിലോട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അകത്ത് കയറി ആദ്യത്തെ കോച്ചിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പം അവളും അകത്ത് കയറി. ഞാൻ വെളിയിൽ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവൾ ബാഗെല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്ന് ജനലിൻ്റെ ഇടയിൽ കൂടെ ഇരുന്ന് അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ബാഗെല്ലാം അതായത് സീറ്റിൽ എല്ലായിടവും സീറ്റിൻ്റെ അടിയിലൊക്കെ തപ്പിപ്പറക്കിയെല്ലാം വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവൾ സൈഡിലോട്ട് വന്ന് എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അമ്മയും മോനും കൂടെ ഉണ്ട്. ഹസ്ബൻഡിൻ്റെ അമ്മയും അവളുടെ മോനും കൂടെ ഉണ്ട്. പോയപ്പോൾ എന്തോ ഒരു വിഷമം പോലെ ടാറ്റ ബൈബൈ കാണിച്ച് അങ്ങനെ ഇരുന്ന് ചിരിയും സന്തോഷമൊക്കെ. ഇനിയും തിരിച്ചു വരും ബാംഗ്ലൂരിലോട്ട്. വന്ന ഒരു ദിവസം നിൽക്കാമെന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ വാതിലിൻ്റെ വെളിയിൽ കൂടെ ചേട്ടൻ വന്നിരുന്ന് കുറച്ച് നേരം അവളുടെ ചേട്ടൻ വന്ന് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. നാട്ടിലൊക്കെ പോയി വരുമ്പോൾ അങ്ങോട്ട് വീട്ടിലൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു. അങ്ങനെ ട്രെയിൻ എടുക്കാൻ സമയമായി. ചൂളംവിളികളൊക്കെ കേൾക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും ഒരു ബൈ ബൈ ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞ്
എല്ലാവരും അങ്ങനെ യാത്രയാക്കി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സി യു.